സ്ഥിരം നമുക്ക് കാണാത്തൊരു വിഷയമാണത്, പൂർവ്വമായിട്ട് കാണുന്ന ഒരു ഇതല്ല. അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെയും ചില സംഭവങ്ങൾ ഉണ്ടെന്നുള്ളവരും നമ്മൾ മനസ്സിലാക്കണം. സമൂഹത്തിൻ്റെ ഇതിൽ നടക്കുന്ന എല്ലാ വിഭാഗങ്ങളിലേക്കും നമ്മളുടെ ശ്രദ്ധ തിരിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. ഓരോരുത്തരും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു ഇതിന് അന്വേഷണം നടത്തുന്നത് പരസ്പരം നമ്മൾ സമൂഹമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അതിലേക്കൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. അതേ ഉള്ളൂ. എന്നിട്ട് അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പരിഹാരം ചെയ്തല്ലേ പറ്റൂ. സിനിമ നല്ല സിനിമയാണ്. കാരണം ഈ നമ്മളിതുവരെ കണ്ടുള്ള പുരുഷന്മാർ തമ്മിലുള്ള ബന്ധവും അതിൻ്റെ ആഴമൊക്കെയാണ്. സ്ത്രീകൾ തമ്മിലും ശരിക്കും അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. പക്ഷേ പലരും പറയാൻ പഠിക്കും. ഇതിവിടെ സായി കൃഷ്ണ വളരെ ധൈര്യത്തിലാക്കിയ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നു. നന്നായി. വളരെ നല്ല പടമാണ്. ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അത് ഇത്രയും നന്നായിട്ട് പറയാൻ പറ്റി എന്നുള്ളത് സായിയുടെ ഒരു ഗ്രേറ്റ് അറ്റംപ്റ്റാണ്. പിന്നെ പെർഫോമൻസ് ഓരോരുത്തരും മെച്ചമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവി മെസ്സേജാണ്, നല്ല മെസ്സേജാണ്. കാരണം ഇത് എനിക്ക് തോന്നുന്നു ആരും പറയാൻ ധൈര്യപ്പെടാത്തൊരു സബ്ജക്റ്റ് ഇത്രയും നന്നായിട്ട് കൺവേ ചെയ്തു എന്നുള്ളത് വളരെ നല്ലൊരു സമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതൊരു ഉള്ളിലൊതുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ അത് ഇത്രയും ഓപ്പണായിട്ട് സായി കൃഷ്ണ എന്ന പുതുമുഖ സംവിധായകക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട്. ഒരു കുട്ടി മൂവിയാണ്, ഒരു നല്ല സ്റ്റോറിയാണ്. പ്രണയം അതാണ് ഇതിൽ നമ്മൾ കാണിക്കുന്നത്. ഒരു ലെസ്ബിയൻസിൻ്റെ സ്റ്റോറിയാണ്. അവരുടെ പ്രണയവും അവർ ഒരു ഫാമിലിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അത്യാവശ്യം പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും വന്ന് കാണും. തെറ്റായ പൊതുബോധത്തിനെതിരെ നമ്മളൊരു തീം സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു ലെസ്ബിയൻ പ്രണയമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ല അങ്ങനത്തെ ഒരു തീം വരുന്നത്. പക്ഷേ നമ്മൾ അതിനെ ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്ത ഒരു എൻഗേജിങ് മൂവി ആയിട്ട്, ഒരു അവാർഡ് മൂവി എന്നുള്ള രീതിയിലല്ല ഇതിനെ ചിത്രീകരിച്ചത്. നല്ല പാട്ടുകളുണ്ട്, നല്ല BGM ആണ്. സിനിമയിലെ നല്ല സ്റ്റാർ വാല്യുള്ള ആക്ടേഴ്സ് രമേശ് ചേട്ടൻ, ദിൽഷ പ്രസന്നൻ സോഷ്യൽ മീഡിയ താരമാണ്, മീര നായർ, സീനത്തേച്ചി, അങ്ങനെയുള്ള ഒരുപിടി നമ്മൾ ഇഷ്ടപ്പെടുന്ന അഭിനേതാക്കളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയിട്ടാണ് ഇതിൻ്റെ സംവിധായിക, അവരൊരു സ്ത്രീ കൂടിയാണ്, സ്ത്രീ സംവിധായികയാണ്. അവർ ജയരാജ് സാറിൻ്റെ അസോസിയേറ്റാണ് സായി കൃഷ്ണൻ. അപ്പോൾ അവരൊക്കെ അണിയിച്ചിരിക്കുന്നത് നമുക്കൊരു എൻഗേജിങ് മൂവി എന്നുള്ള രീതിയിൽ തന്നെയാണ്. അങ്ങനത്തെ നല്ല പാട്ടുകളും മ്യൂസിക്കും നല്ല കഥയുണ്ട്. അപ്പോൾ ഞാൻ എഴുതിയോണ്ട് പറയില്ല, അങ്ങനത്തെ ഒരു കഥ ഉണ്ടാവണം നമുക്ക് നിർബന്ധമുണ്ട്. വെറുതെ ഒരു നമ്മളെന്താ വെച്ചാൽ ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞ് കുറേ അവകാശ ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അങ്ങനെ കുറേ മത്സരം, കുറേ ഒരു എന്താ പറയുക പൊളിറ്റിക്സ് പറയാൻ വേണ്ടി കുറേ ഫോഴ്സ്ഫുള്ളായിട്ട് പറയുന്ന ഒരു സാധനം നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മൾ അങ്ങനത്തെ പൊളിറ്റിക്സ് ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ കഥയിലൂടെ അതിനെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്ക് അവരുടെ കഥാപാത്രത്തോട് സ്നേഹം തോന്നുമ്പോൾ തന്നെ ആ ലെസ്ബിയൻ നമ്മുടെ കണ്ടന്റ് അവിടെ വിജയിക്കും. അതാണ്. അല്ല വെറുതെ പൊളിറ്റിക്സ് പറഞ്ഞാൽ അത് മുഴച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുപരി ഇത് കഥയിലൂടെ, ഒരു നല്ല കഥയിലൂടെ പറയാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ബാക്കി ഇനി പ്രേക്ഷകർ കണ്ടിട്ട് വിലയിരുത്തട്ടെ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. കടലോളം സ്നേഹം കാണുമ്പോൾ ലെസ്ബിയൻ വിഷയമാണെന്ന് തോന്നും. പക്ഷേ ഇതൊരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണ്. നമ്മളിപ്പോൾ ഇതിൽ ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ ദിൽഷ, അതേപോലെ തന്നെ കോട്ടയം രമേശ്, സീനത്ത്, മീര നായർ, അവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അവരെല്ലാവരും ഓരോ റോള് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമൂഹത്തിൽ ഇതുപോലുള്ള ആളുകളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മളെ പോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ അടുത്ത് ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഈ ചിത്രം കാണിക്കുന്നത്. ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നതാണ്. കാരണം ആ പ്രണയം രണ്ട് സ്ത്രീകൾ തമ്മിൽ കൂടുതൽ ആ സ്നേഹത്തിലേക്ക് വരുമ്പം, പരിഗണനയിൽ വരുമ്പം, ഇവിടെ എന്ന് വെച്ചാൽ ഒരു സെക്സ് അല്ല. ഇവിടെ നോക്കൂ, സെക്സ് എന്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്? എന്താണ് ഈ സെക്സ് എന്ന് പറയുന്ന സാധനം? സെക്സ് എപ്പം വരേണ്ടതാണ്? അപ്പോൾ ഒരു സ്ത്രീ ഓവറായിട്ട് ഒരു റിലേഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവളുടെ അസുഖം മാറ്റാനായിട്ട് വിവാഹം കഴിക്കുക, നിക്കാഹ് കഴിച്ചു കൊടുക്കുക. അപ്പം ഇവർ ധരിച്ചിരിക്കുന്നത് അതാണ്. നിക്കാഹ് കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ടോ? ഇല്ല. അതിനപ്പുറത്തൊരു പരിഗണനയും സ്നേഹമൊക്കെ കിട്ടുന്നുണ്ട്. അത് ഈ മൂവിയിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മളിതൊരു ലെസ്ബിയൻ കൺസെപ്റ്റ് അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം മാഡം ഒരു അഡ്വക്കേറ്റാണ്, മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് മാഡത്തോട് മാഡം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം സംഭവം ഒരു ഫാമിലിയുടെ പ്രശ്നമാണ്, ലെസ്ബിയൻ കൺസെപ്റ്റ് അല്ല എന്ന് പറയുന്നു. ഇത് ലെസ്ബിയൻ കൺസെപ്റ്റ് തന്നെയാണ്. ഇതെങ്ങനെയാണ് ലെസ്ബിയൻ കൺസെപ്റ്റ് അല്ലാതാകുന്നത്? ലെസ്ബിയൻ
ലെസ്ബിയൻ കൺസെപ്റ്റിലെ ഒരു സ്ത്രീ കാണിക്കുന്ന വികാര വിചാരങ്ങളൊക്കെ ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ആ കൺസെപ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയെ തള്ളി. ഇത് എന്ത് സന്ദേശമാണ് ഈ സിനിമ നൽകുന്നതെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. താങ്കൾ ഒരു വക്കീലാണ്. അപ്പോൾ ഇതാണോ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കേണ്ട നമ്മളുടെ സന്ദേശം? ലെസ്ബിയൻ കൺസെപ്റ്റ് അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ലെസ്ബിയൻ കൺസെപ്റ്റ് തന്നെയാണ്, വളരെ വ്യക്തമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാഡം ഇപ്പോൾ നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇതിന് ഈ രീതിയിലുള്ള ഒരു സന്ദേശം കൊടുക്കുന്നത് സമൂഹത്തിൽ തെറ്റാണ്. എന്താണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്? നിങ്ങൾ എന്താണ് കാഴ്ചപ്പാട്? ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ എന്താണ് ലെസ്ബിയൻ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ കാരണം എന്താണ്? പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തിന്റെ അമ്മയും മോളും സ്നേഹിക്കുന്നത് ലെസ്ബിയൻ ആണോ? നോ അതല്ല. പെണ്ണുമുള്ള സൗഹൃദം നിങ്ങൾ വിശേഷിപ്പിച്ച അമ്മയും മകളും സ്നേഹിക്കുന്നത് ലെസ്ബിയൻ ആണോ? കൂട്ടുകാരികൾ തമ്മിൽ സ്നേഹിക്കുന്നത് ലെസ്ബിയൻ ആണോ? ഞാനിവിടെ അതാണ് കണ്ടത്. ആ ഒരു സ്നേഹത്തിന്റെ പ്രണയമെല്ലാം സെക്സ് അല്ല, സ്നേഹമെല്ലാം സെക്സ് അല്ല. ഈ കൺസെപ്റ്റ് തെറ്റാണ്. എന്താണ് ലെസ്ബിയൻ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സിനിമയിൽ പെണ്ണും തമ്മിലുള്ള അതിരുകടഞ്ഞ എന്താണ് ഇവിടെ അതിരുകടന്നുണ്ടായത്? അതിരുകടന്നത് എന്താണ്? എന്താണ് അതിര്? എന്താണ് അതിര്? എന്താണ് അതിര് കടന്നത്? എന്നാ പിന്നെ സമൂഹത്തിൽ ഇവിടെ മേഡം ഒന്ന് പറയൂ, ഈ സിനിമയിൽ എന്താണ് അതിര്? നിങ്ങൾ എന്താണ് അതിര് കൽപ്പിച്ചിരിക്കുന്നത് പറയാമോ? അല്ല, സ്ത്രീകൾ സമൂഹത്തിന് ഒരു ഇമ്പാക്ട് എന്താണ് മേഡം? എനിക്ക് പറയാം. താങ്കളെ സ്ത്രീകൾ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കരുത്. ഓക്കെ, അങ്ങനെയുള്ള പല പല കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകും. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ വരുമ്പോഴാണ് നമ്മൾ എത്രമാത്രം നമ്മുടെ സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് നമ്മൾ വ്യക്തമാക്കുന്നത്, അല്ലേ? അപ്പൊ ഒരു സ്ത്രീയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഒരു അഭിപ്രായം വന്നിട്ടുള്ളത്. കാരണം ഇവിടെ എന്താണ് ഇത് ലെസ്ബിയൻ എന്ന് ചൂണ്ടേണ്ട ഒരു മൂവിയല്ല, ഒരു തീമല്ല. അവിടെ ഒരു പ്രണയവും കാഴ്ചപ്പാടുകളും കടപ്പാടുകളും സ്നേഹവും കമ്മിറ്റ്മെന്റും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ എവിടെയാണ് സെക്സ്? സെക്സ് തെറ്റാണെന്ന് ആരാണ് പറയുന്നത്? എന്താണ് സെക്സ് എന്നുള്ള പഠിപ്പിക്കലാണ് വേണ്ടത്. ഇവിടെ ഒരു സെക്സ് ഓറിയന്റഡ് മൂവി ആയിട്ടല്ല വന്നിരിക്കുന്നത്. സെക്സ് എന്താണ്, ലെസ്ബിയൻ എന്താണ്, ഫെമിനിസം എന്താണ്, ഇതൊക്കെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട്. ഇത് വളരെ മോശമായ രീതിയിലുള്ള കാഴ്ചപ്പാടിൽ വന്ന സിനിമയാണെന്നാണ് ഒരു അമ്മയുടെ സ്ഥാനത്ത് ഒരു സ്ത്രീ പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. അവരിന്ന് വളരെ വിമർശനമാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് കാഴ്ചപ്പാടുകളുടെ കുഴപ്പം തന്നെയാണത്. കാഴ്ചപ്പാടുകൾ മാറേണ്ടിയുണ്ട്. ഈ മൂവി കണ്ടിട്ട് ഒരുപാട് യുവജനങ്ങൾ മുന്നോട്ട് വരണം, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്ത്രീകൾ മുന്നോട്ട് വരണം, സ്ത്രീ മുന്നേറ്റങ്ങൾ വരണം എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. നമ്മുടെ വിവാഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട്. ഞാൻ വളരെയധികം ഈ മൂവിയെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് സമൂഹത്തിന് ഇന്നത്തെ കാലത്ത് ഇതൊരു പ്രണയമോ ഒരു സെക്സ് ഓറിയന്റഡ് ആയിട്ട് ചിത്രീകരിച്ച് തരം താഴ്ത്തേണ്ട ഒരു സിനിമയല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാണ്. ഇത്തരം സിനിമകളും ഇത്തരം സ്നേഹങ്ങളും ഇത്തരം സൗഹൃദങ്ങളും നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെടണം. ഇവിടെ എവിടെയാണ് സെക്സ് വന്നിരിക്കുന്നത്? ഇവിടെ എവിടെയാണ് ലെസ്ബിയൻ വന്നിരിക്കുന്നത്? എന്താണ് ലെസ്ബിയൻ, എന്താണ് സെക്സ്? ഇതേപ്പറ്റി ആദ്യമായി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ഈ സിനിമ കാണണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.